വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസ് ഓൺ. അപ്പോൾ നമ്മൾ കുറേ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ അതിൽ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ അടുത്തൊരു നോട്ടിഫിക്കേഷൻ ആണ് ടെക്നീഷ്യൻ ഗ്രേഡ് 2. അത് നമ്മളെ മിൽമയിലെയാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. കേരള പി എസ് സി വഴി തന്നെയാണ്, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് തന്നെയാണ്. ഡയറക്റ്റ് അല്ലാതെ രണ്ട് റിക്രൂട്ട്മെന്റ് ഉണ്ട്, അതിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. അപ്പോൾ ഐ ടി ആണ് ക്വാളിഫിക്കേഷൻ വരുന്നുണ്ടാവുക. ഡിപ്ലോമ ബി ടെക് ഉള്ളവർക്കൊക്കെ അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവും. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം എത്ര അഡ്വൈസ് പോയിട്ടുണ്ട്, എത്രയാണ് കട്ട് ഓഫ്, എത്ര വേക്കൻസീസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് നോട്ടിഫിക്കേഷനിൽ വരാം. കാറ്റഗറി നമ്പർ 101/2025 പാർട്ട് 1 ജനറൽ കാറ്റഗറി. ഓക്കെ, ജനറൽ കാറ്റഗറി എന്ന് വെച്ചാൽ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് തന്നെയാണ്. ഓക്കെ, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. ജനറൽ കാറ്റഗറി എന്ന് വെച്ചാൽ നിങ്ങളത് കൺഫ്യൂഷൻ ആവേണ്ട. നമ്മൾ സാധാരണ പറഞ്ഞ ജനറൽ ആ ഒരു രീതിയിലുള്ളതല്ല. ഓക്കെ, അൺറിസർവ്ഡ് എന്നായിരിക്കും പറയുന്നത്. അതല്ല മൊത്തത്തിലുള്ള ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് തന്നെയാണ്. നെയിം ഓഫ് ദി കൺസേൺ കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്. ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇലക്ട്രീഷ്യൻ. 29,490 തൊട്ട് 85,160 വരെയാണ് സ്കെയിൽ ഓഫ് പേ. ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഏജ് ലിമിറ്റ് 18 തൊട്ട് 40 വയസ്സ് വരെയാണ്. നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ ഡിപ്ലോമ ബി ടെക് എല്ലാവർക്കും അപ്ലൈ വേണ്ടി പറ്റും. പാസ് ഇൻ SLC ഓർ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ, ITI സർട്ടിഫിക്കറ്റ് ഇൻ ദി ട്രേഡ് കൺസേൺഡ്. അപ്പൊ ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. നിങ്ങൾക്ക് ഇപ്പം തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് ജൂലൈ മാസം 16 തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇക്വലന്റ് എല്ലാം വന്നിട്ടുണ്ട്, കണ്ടില്ലേ? വയർമാൻ, ഇലക്ട്രിക്കൽ, ഇലക്ട്രീഷ്യൻ, ഡിപ്ലോമ, ബി ടെക് എല്ലാം ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് എന്താ? പാർട്ടി ടു സൊസൈറ്റി കാറ്റഗറി. അതായത് മിൽമ എന്ന് പറഞ്ഞ സൊസൈറ്റി ആണ് അല്ലെ. അപ്പൊ ആ ഒരു സൊസൈറ്റിയിലുള്ള മെമ്പേഴ്സിന് വേണ്ടി റിസർവ് ചെയ്തിട്ടുള്ള പോസ്റ്റാണ് ഇത്. അപ്പൊ അതുകൊണ്ടാണ് സൊസൈറ്റി കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുള്ളത്. 102/2025. ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇലക്ട്രീഷ്യൻ. 29,485 anticipated vacancies. The notification is published for the anticipated vacancies for the above mentioned post. The vacancies reported for this post from Kerala Cooperative Milk Marketing Federation Limited will be filled by putting the same in the ratio 1:1 between the general category and the society category. With the first vacancy will be given to the general category. ഇതിപ്പോ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന് പറഞ്ഞു കൊടുത്താലും 1:1 റേഷ്യോ തന്നെയാണ് ഫില്ല് ചെയ്യുന്നുണ്ടാവുക. ഫസ്റ്റ് ജനറൽ കാറ്റഗറി ആയിരിക്കും ഉണ്ടാവുക, പിന്നെ എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു സൊസൈറ്റി കാറ്റഗറിയിലേക്ക് പെടുള്ളൂ. എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? ദ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഫ്രം ദ എലിജിബിൾ എംപ്ലോയീസ് ഓഫ് ദി മെമ്പർ സൊസൈറ്റീസ് അഫിലിയേറ്റഡ് ടു കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്. ഓക്കെ, അതായത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഫ്രം ദി എലിജിബിൾ എംപ്ലോയീസ് ഓഫ് ദി മെമ്പർ സൊസൈറ്റീസ് അഫിലിയേറ്റഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവർക്കാണ് ഇത് അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവുക. 18 തൊട്ട് 50 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. ഇതാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. 3 years ഫോർ റെഗുലർ സർവീസ് ഇൻ എനി പോസ്റ്റ് ഇൻ ദി മെമ്പർ സൊസൈറ്റീസ് അഫിലിയേറ്റഡ് ടു മിൽമ. ഓക്കെ, പിന്നെന്താ? പാസ് ഇൻ SLC, ITI ഇൻ ട്രേഡ് കൺസേൺഡ്. ഡിപ്ലോമ ബിടെക് അപ്ലൈ വേണ്ടി പറ്റും. കഴിഞ്ഞ പ്രാവശ്യം നോട്ടിഫിക്കേഷൻ വന്നത് 2019. ഇതാണ് നോട്ടിഫിക്കേഷൻ. 6 വേക്കൻസി ആണുണ്ടായിരുന്നു. ആ സമയത്ത് സ്കെയിൽ ഓഫ് ചെയ്ത് ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇലക്ട്രീഷ്യൻ. അതായത് 2019 നോട്ടിഫിക്കേഷൻ വന്നിട്ട് 2020 എക്സാം കണ്ടക്ട് ചെയ്തിട്ട് 2021 എന്ത് ചെയ്തു? ഷോർട്ട് ലിസ്റ്റ് വന്നു. അപ്പോൾ ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ള 67.67 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അതിൽ ടോപ്പ് റാങ്ക്, എന്നിട്ട് റാങ്ക് ലിസ്റ്റ് വന്നേക്കുന്നത് 2021 ഒക്ടോബർ മാസമാണ്. 2024 എന്ത് ചെയ്തു? ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി അവിടെ എക്സ്പയർഡ് ആയി. ടോപ്പ് മാർക്ക് 84 മാർക്കായിരുന്നു ടോപ്പ് വന്നേക്കുന്നത്. പിന്നെ 83, 79 രീതിയിൽ ടോപ്പ് മാർക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഇതുവരെ 33 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത് കേട്ടോ. 33 അഡ്വൈസ് പോയിട്ടുണ്ട്. 33 അഡ്വൈസ് കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം ജസ്റ്റ് ഒരു വേക്കൻസി മാത്രം റിപ്പോർട്ട് ചെയ്യുമ്പോൾ നേരത്തെ ടെൻഷൻ അടിക്കേണ്ട, കൂടുതൽ വേക്കൻസീസ് ആയിട്ട് റിപ്പോർട്ട് ആവുന്നുണ്ടാവും. ഓക്കെ, അപ്പോ കഴിഞ്ഞ പ്രാവശ്യത്തെ അഡ്വൈസ് കണ്ടു, എത്രയാണ് കട്ട് ഓഫ് വന്നു, എത്ര പേരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഏകദേശം 90 മറ്റു ആൾക്കാരെയാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് റാങ്ക് ലിസ്റ്റില്. കട്ട് ഓഫ് വന്നുള്ളത് 67 മാർക്കാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. അപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ നിങ്ങൾ ഓർക്കണം, 101/2025. ഓക്കെ, കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.